ഓ ടി വി വെച്ച് ഇതിൽ സിഗ്നലും കാണിയാലേ കഷ്ടം. ഈ ടി വി മേടിച്ച് എന്നെ വേണം പങ്കായത്തിനടിക്കാൻ. ഫോൺ വിളിക്കുന്നു. എടാ മോനെ, ഞാനാടാ രാജുവേട്ടൻ. എന്താ രാജുവേട്ടാ? ഒരു സിംഹത്തിനെ കൊല്ലണ പരിപാടി ഉണ്ടായിരുന്നു. 1,00,000 രൂപ. ആരും പിടിച്ചിട്ടില്ല. നിന്റെ അത്യാവശ്യം വെപ്പൺസ് ഇല്ലേ? നീ വാടാ. ഇപ്പൊ ഒരെണ്ണ വെപ്പൺസ് ഒക്കെ ഉണ്ട്. ലാസ്റ്റ് പോയി സിംഹത്തിനെ കടി കൊണ്ട് ആകാണ്ടിരുന്നാ മതി. കടല ടി വിയുടെ സിഗ്നലുകാരനെയൊക്കെ ഒന്ന് വിളിച്ചു നോക്കണം. അവർ കുറേ ദിവസമായി സിഗ്നൽ തന്നിട്ട്. ഈ ഭിത്തിയിലൊക്കെ പെയിൻ്റൊക്കെ പോയി പെയിൻ്റൊക്കെ അടിക്കണം. ഈ പുലിനെ മേടിച്ച് കഴിഞ്ഞിട്ടുള്ള കാശ് കൊണ്ട് മേടിക്കാം പെയിൻറ്. താറിൻ്റെ അപ്പുറത്തായിരുന്നല്ലേ. GPS ഞാൻ നോക്കട്ടെ. ഫോറസ്റ്റ് ജംഗിൾ ഹൗസിലായിട്ട് ഇല്ല, അവിടെയാണ് അമ്മയുള്ളത്. ഓ അങ്ങനെ വണ്ടി എടുത്തു. ഞാൻ പോകുന്നു. പുലിനെ പിടിക്കാൻ വണ്ടിയിലാണ് സെറ്റിങ്സ് ഉള്ളത്. പുലിനെ പിടിക്കാൻ ഓ എന്തോ സ്പീഡിൽ പോയിട്ടും കാര്യമില്ല. പുലിയുടെ കടി കൊണ്ട് എനിക്ക് ചാകാല്ല. ഈ വീട്ടിൽ അണ്ണൻ ഉണ്ടാകുമെന്ന് പറഞ്ഞത്. അണ്ണായി ഞാൻ വന്ന് കേട്ടാക്കി. എന്താടാ പോലെ? നീ വന്നോ? വാ, നമുക്ക് പുലിനെ പിടിക്കണ്ടേ? അണ്ണൻ നേരത്തെ വന്നാ? ഞാൻ നേരിട്ട് വന്ന് ഇവിടെ കുത്തിയിരിക്കും. അത് ശരി. വണ്ടി ഇവിടെ ഇട്ടാ പോരെ അണ്ണ? അവിടെ ഇട്ടോ, അവിടെ ഇട്ടോ. നീ ഇറങ്ങി വാ. ഓ അന്ന് നമ്മൾ പുലിനെ പിടിക്കാമെന്ന് ഓർമ്മയുണ്ടായിരുന്ന കഴിഞ്ഞ വർഷം. എൻ്റെ മുന്നടവെ പറഞ്ഞേക്കും മോദിയുടെ അല്ലെങ്കിൽ ഇന്നും പാളി കിടക്കും. അണ്ണനെവിടെ? ഞാൻ ദേ തറസിൻ്റെ വണ്ടക്കൊണ്ട്. ഞാനിപ്പോ വരാമേ. ഞാൻ അത്യാവശ്യം വയറുവേദന എടുക്കുന്ന മോനെ. ഈ ബാത്റൂമിൽ കയറിയ നടയിരിക്കട്ടെ. പെട്ടെന്ന് വരണം. വരാം വരാം. ഇവിടെ ഒന്നും പുലിനെ കാണാനില്ലല്ലോ. നമുക്ക് അയ്യോ എൻ്റെ മണികണ്ഠൻ സ്വാമി, നമുക്ക് മിസൈൽ എടുക്കാം. അതാണ് നല്ലത്. കഴിഞ്ഞ വർഷം മുന്നേ ഞാൻ മിസൈൽ എടുത്തില്ല. അതിൻ്റെ പ്രത്യേകകാരം എനിക്ക് കിട്ടി. പുലി 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 എന്തേ പുലിനെ ഞാൻ പിടിച്ചോണ്ട് പോകുമേ. പുലി 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 എന്തേ പുലി പുലിനെ ഞാൻ പിടിച്ചോണ്ട് പോകുമേ. പുലിനെ എനിക്കൊരു പേടിയില്ലല്ലോ. പുലിനെ എനിക്കൊരു പേടിയില്ലല്ലോ. ഓ എൻ്റെ കയ്യിൽ തോക്കണ്ട. ഷോ എന്ത് പറയാനാ, ഞാനൊരു കോടീശ്വരനായി പോയി. കുറച്ച് കഴിയുമ്പോൾ പിച്ചക്കാരനാകും. നല്ല തണുപ്പ്. ഓ ഞാൻ സിംഹത്തിനെ കണ്ട് അണ്ണാ. ഞാൻ സിംഹത്തിനെ കണ്ടെന്നാ. ഇവിടെ നിൽക്കുന്നുണ്ടാ 2 എണ്ണം ഉണ്ടെന്നാ. പേടി വെച്ചാ ഞാൻ എന്നെ കണ്ടാ വേറെ സിംഹം ഇല്ലല്ലോ. ഇത് പറഞ്ഞല്ലോ. തലക്കിട്ട് കൊടുത്താലോ? അമ്മ പിടിച്ച് അണ്ണാ. ഇത് പാവം അണ്ണാ.
എടാ മോനെ, എന്തോടാ നിന്റെ പേര്? ഓ, നീ പാവാണെന്നാണല്ലേ? ശരിയാടാ, നീ പാവാണ്. ടാറ്റാ, ഞാൻ നിന്നെ പിടിക്കുന്നില്ല. നീ എന്തേലും ഞാൻ തോന്നണ പോലെ ഞാൻ നിന്നെ വെടിവെച്ച്. ഞാൻ നിനക്കൊരു കടി തന്നിട്ടുണ്ട്. ആ, അത് മതി. അപ്പോൾ ഞാൻ പോണ്. ടാറ്റാ. ഓക്കെ, ബൈ ബൈ. മോനെ നീ കൊന്നാ? ചേട്ടാ, അത് പാവാണ് ചേട്ടാ. തന്നെ ഇതൊക്കെ തന്നെയാണ് നാട്ടുകാരെ കടിച്ചു കീറണം. എൻ്റെ പൊന്നി ചേട്ടാ, ഞാൻ ഇപ്പോൾ ഒരു കാര്യം കടിച്ചു തരാം. അണ്ണ അതേ കണ്ടോ അണ്ണ, അത്ര അടുത്ത് തന്നിട്ട് അതായത് തൊട്ടട് പോലും ഇല്ലണ്ടാ. ഒരു ഇടി കൊടുത്തു പോണ്ട അവിടെന്ന്. ഇതുപോലത്തെ ഒരു പാവ സാധനത്തിന് എങ്ങനെ നിങ്ങൾക്ക് വെടിവെച്ച് കൊല്ലാൻ തോന്നുന്നുണ്ട? ഞാൻ പോവാ. പോലെ ടാറ്റാ. അല്ല അണ്ണാ, ഒന്ന് വണ്ടി കയറണ്ട. പാവം പുലിയാണത്. അത്ര അടുത്ത് നിന്നിട്ട് എന്നൊന്നും ചെയ്തു പോലും ഇല്ല. വെടിവെച്ചപ്പോഴാണ് കളിച്ച. അതിന് ചത്തു പോകുമോ? ആശാനെ, എന്താടാ മോനെ? ഞാൻ പറഞ്ഞ വല്ലതും കേട്ടായിരുന്നോ? കേട്ട്. അത് കുഴപ്പമില്ല. വേറെ വല്ലവരും പിടിച്ചാട്ടെ. വേറെ വല്ലവരും പിടിക്കാണ്ടിരുന്നാ മതിയായിരുന്നു. പാവം. എനിക്ക് ചങ്കടം വരുന്നത്. കുഞ്ഞു മാവയോ? അതല്ലെണ്ണ, അത്ര അടുത്ത് നിന്നിട്ട് അതിനെ കടിച്ചില്ല. ഒരു വെടിവെച്ചപ്പോ മാത്രമേ അത് കടിച്ചുള്ളൂ. അത് ചത്തുപോകുവേണ്ട. ഇല്ലല്ലാണ്ടാ. പിന്നെ ഒരു വെടി ഏറ്റ ചാകത്തില്ല. അന്ന് നീ അതിന്റെ ഒരു കടി ഏറ്റപ്പോ ചാകണ്ടേ? ഇവിടെ നോക്കിയാ തിണ്ടി വണ്ടി. അയ്യോ സോറി അണ്ണാ. അയ്യോ, അതെ പിന്നെ കട്ടി പോണേ. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലേടാ പൊട്ടാ? എനിക്കുണ്ടാ. അയ്യോ, വീട് സ്ഥലം മാറിപ്പോയില്ല. കണ്ടാ, ഈ താറ് നീന്ന് തറയെ പറ്റിക്കുമല്ല. അമ്മ സ്പീഡ് കൂടുതലാണ് വണ്ടിയില്. കൊണ്ട് വെച്ച് അമ്മ നമ്മളേതോ കമ്പനിയിലെത്തി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടിട്ട് കറങ്ങണ്ട. ആരാ വന്നത്? എന്താ ചേട്ടാ? ഇവിടെ ഇട്ട് കറക്കാൻ പാടില്ല. അപ്പം ഡൈനാമിക് സ്ഥലം, ഒന്ന് തൊട്ടാ മതി പൊട്ടി തെറിയി. അയ്യോ, ഒന്നും കൂടി പേടിപ്പിക്കല്ലേ ചേട്ടാ, ഞങ്ങള് പൊക്കോളാ. ഇവിടെ ഭ്രാന്താണ് വരും. അണ്ണാ ദേ ഇപ്പൊ ഞാൻ സ്പീഡിൽ ഓടിക്കാൻ പഠിച്ചണ്ണാ. ഇങ്ങനെ വീശൊക്കെ വളക്കാൻ പഠിച്ചണ്ണാ. കാട്ടിലെ തണുപ്പടിച്ചിട്ട് പനി പിടിച്ചണ്ണാ. എനിക്കൊന്ന് ഓടിക്കാൻ തരോ? ഞാൻ ഓടിച്ച് കാണിച്ചു തരാം. ആശാനെ ഓടിക്കല്ലേ ആശാനെ. വാച്ചൻ പനിയായി ഓടിച്ചില്ല. ഞാൻ ഓടിച്ച് കാണിച്ചു തരാം. ആശാനെ, ആശാൻ പണ്ട് പുലിനെയൊക്കെ പിടിച്ചിട്ടുണ്ടോ ആശാനെ? ആശാനല്ല അമ്മ, ആനയെ പിടിച്ചിട്ടുണ്ടോ അണ്ണ? ആനേനെയൊക്കെ നമ്മള് പണ്ട് പോലീസൊക്കെ വേണ്ടി. അയ്യോ അമ്മ, അവളെ ഡൈനാമിക് കൊണ്ട് ഇട്ടോണ്ടാണെന്നാ. കണ്ണാ നമ്മള് വെട്ടിച്ച് കയറ്റിയുണ്ട്. ഇതേ പെയിന്റ് കാണാം. അത് പെയിന്റ് അടിക്കായിരുന്നു. പെയിന്റ് അടിക്കാൻ പോലീസ് നമ്മളെ പിടിച്ചടിക്കും. പിന്നെയാണ് അപ്പൊ നമ്മള് പിന്നെ കാട്ടിലെത്തി. കാട് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇതേ പോലീസ് തെണ്ടികളെ കുറെ നേരമല്ല. കണ്ണാനെയൊക്കെ ഇടിച്ചിട്ട പോലെ അവന്മാര് പുറകെ കെട്ടിയെടുത്തുണ്ട്. അന്നാ നമ്മളിപ്പോ 19 പേരെയാണ് ഇടിച്ചിട്ടത്. ഇപ്പൊ 20 പേരായി. അണ്ണാ ലോകം വിട്ടോ അണ്ണാ. അണ്ണാ ബോംബെക്ക് വിട്ടോ. ബോംബെയിൽ നമ്മൾ സെറ്റപ്പില്ലേ അവിടെ? ബോംബെയിൽ ബോംബുണ്ടാ? ബോംബെയിൽ വണ്ടി എടുത്തിട്ട് പോണ. എടാ വണ്ടി ബ്രേക്ക് ഡൗൺ ആയടാ. ആ വണ്ടി എടുത്തിട്ട് പോണോ? താൻ എന്ത് കിണ്ടി കാണിക്കണ്ടോ? അയ്യോ, ഇപ്പൊ തൽക്കാലം പോലീസിന് പിടി കൊടുക്കണേ ഉള്ളു. അയ്യോ പോലീസേ, അയ്യോ പോലീസേ,
പോലീസാ നമുക്ക് പോകാൻ കേട്ടാ. അയ്യോ വണ്ടി ബ്രേക്ക്ഡൗണായി എന്റെ വണ്ടി നശിപ്പിച്ച് അയ്യോ പിടിച്ച് പോലീസാ അയ്യോ അടിക്കല്ലേ പോലീസേ വണ്ടി പാവാടേ എന്താ സാറേ അയ്യോ ഞാനോടറേ ആശാനോടി തടിയുണ്ടോ എനിക്ക് എന്നെ കൊണ്ടുപോടാ. ആശാനല്ലേ വണ്ടി ബ്രേക്ക്ഡൗൺ ആക്കി ഞാനോടി രക്ഷപ്പെടും എടാ അല്ല മലയാളി. പോടാ പട്ടി അയ്യാ ഞാൻ ചത്തേ.